പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 4-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1-ാമത്തെ യൂണിറ്റിലെ മുന്നറിയിപ്പ് എന്ന കവിതയാണ്. മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. ഈ ചിത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. ആരെയൊക്കെ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയുന്നു? മുന്നറിയിപ്പ് എന്ന പാഠത്തോടൊപ്പം നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഇവയിൽ ആരെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് കവിതയൊന്ന് കേട്ടു നോക്കാം. മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല. അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത കവിത. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കവിത താളത്തിൽ ചൊല്ലൂ. നിങ്ങൾക്കിഷ്ടമായ ഈണത്തിലും താളത്തിലും കവിത ചൊല്ലി പഠിക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ച് പറയൂ. നാം വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കണമെന്നില്ല. ഒരു കാര്യം കാണാനായി പോയാൽ അത് കാണണമെന്നില്ല. എന്നാൽ പ്രതീക്ഷിക്കാത്ത ചിലത് കണ്ടെന്നും വരാം. എവിടെ നിന്ന് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നതെല്ലാം നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കാം. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു കാര്യം കാണണമെന്ന് വിചാരിച്ചവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്കത് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. കടല് കാണാൻ പോയ കവി അവിടെ കണ്ടത് തിരമാലകളാണ്. കപ്പല് കാണാൻ പോയിട്ട് കവിക്ക് കാണാൻ കഴിഞ്ഞത് കൂറ്റൻ മണിമേടയാണ്. കാടുകൾ കാണാൻ ചെന്നപ്പോൾ മരങ്ങളും വാരിക്കുഴി കാണാൻ ചെന്നപ്പോൾ വലിയ കിണറുമാണ് കാണാൻ കഴിഞ്ഞത്. യാത്രകളിൽ പലപ്പോഴും പ്രതീക്ഷിക്കാൻ കഴിയാത്തത് പലതും കാണാൻ കഴിഞ്ഞെന്നിരിക്കും. എല്ലാറ്റിനെയും അതിൻ്റെ തനിമയിൽ നിലനിർത്തുക എന്ന മുന്നറിയിപ്പും കവിത നൽകുന്നു.